ഹായ് ഹലോ, കൃഷിലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു വെയിലൊക്കെ വന്ന ഒരു സമയമാണ്. അപ്പം നമ്മളൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി. നമ്മുടെ വീട്ടുപറമ്പിൽ ചുറ്റും വീടിൻ്റെ ചുറ്റുമുള്ള സ്ഥലത്ത് നമ്മൾ എന്തൊക്കെയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് വീടിനോട് ചേർന്ന് തന്നെ. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് കായ്കളുള്ളത്, കായ്കളില്ലാത്തതെന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിലെ കിങ് റംബൂട്ടാനാണ്. ബാക്കി മൂന്നെണ്ണവും N18 ആണ്. എല്ലാത്തിനെയും നമ്മൾ പ്രൂൺ ചെയ്ത് പിന്നെ അത് വളർന്നു വരുന്ന ഒരു സ്റ്റേജാണ്. സൂര്യപ്രകാശമുള്ള സ്ഥലത്താണെങ്കിൽ നിറയെ പേരയ്ക്ക ഉണ്ടാകും. ഈ ഒരു പേരമരത്തിൽ ഇത് അകത്ത് റെഡായിട്ടുള്ള ഐസ്ക്രീം പേരയാണ്. അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ കമ്പോസ്റ്റ് അതുപോലുള്ള വളങ്ങളൊക്കെയാണ് ഇതിന് കൊടുക്കുന്നത്. ഇപ്രാവശ്യം മഴക്കാലത്ത് നല്ല രീതിയിൽ തന്നെ വിളവെടുപ്പുണ്ടായി. മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒരുപാട് പ്രയോജനപ്പെടുത്താൻ പറ്റിയോ എന്ന് ചോദിച്ചാൽ അതിലൊരു സംശയമുണ്ട് കേട്ടോ. എങ്കിലും നമുക്ക് ഒരുപാട് പേരയ്ക്ക കിട്ടി. പക്ഷെ ഇത് ഒരുപാട് പഴുത്തു പോകാതെ തന്നെ മഴക്കാലത്താകുമ്പോൾ പേരയ്ക്ക പറിച്ച് കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. നമ്മുടെ ഒരു അനുഭവമാണ്. നിങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഷെയർ ചെയ്യണേ. കൃഷി ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഈ പഴം എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവരാരും തന്നെ കാണില്ല. ഇത് സീതപ്പഴം എന്നും അതേപോലെ ചില സ്ഥലങ്ങളിൽ ഇതിന് വേറെ പേരുകളാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഇപ്രാവശ്യം നല്ല രീതിയിൽ തന്നെ കായ് പിടിച്ചു. അത് ഈ ഒരു ഫ്രൂട്ട്സ് ഒക്കെ കുറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ ഇതിന് കൊടുത്ത വളം ബ്ലൂമാണ്, ബ്ലൂമിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയാനും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക കേട്ടോ. വീഡിയോ എടുത്ത് നടന്നപ്പോഴാണ് നമുക്കൊരു പുലാസാൻ കിട്ടിയത്. പുലാസാൻ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് കിടപ്പുണ്ട് ഇപ്പോഴും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ റംബൂട്ടാൻ ഉണ്ടായ സമയത്ത് ആ ഒരു ടൈമിൽ തന്നെ പൂത്ത സംഭവമാണ്. ഇത് കുറേ നാൾ ഇതിൻ്റെ മരത്തിൽ കിടക്കും. ഇതിൻ്റെ ഷെൽഫ് ലൈഫ് കൂടുതലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. പക്ഷെ നമ്മുടെ ഈ മരത്തിൽ ഒരുപാട് കായ്കളൊന്നും ഉണ്ടാകുന്ന ഒരു ടൈപ്പ് അല്ല. നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല പ്ലാന്റ് തന്നെ ആയിരിക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് പറയാനാണെങ്കിൽ റംബൂട്ടാൻ്റെ അതേപോലെ തന്നെയാണ് ഏകദേശം ടേസ്റ്റും. അതേപോലെ കാമ്പ് കുറച്ചൊരു കൂടുതലുണ്ട് എന്നുള്ളതൊക്കെയാണ് കേട്ടോ പ്രത്യേകത. അപ്പോൾ ഇത് നമ്മുടെ കുരുമുളകാണ് കേട്ടോ. നമ്മുടെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുന്ന ഒന്നാണ് കുരുമുളക്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ചെയ്യാറുണ്ട്. ജീവനുള്ള താങ്ങുമരങ്ങൾ ഉപയോഗിച്ചിട്ടും ജീവനില്ലാത്ത താങ്ങുമരങ്ങൾ ഉപയോഗിച്ചിട്ടും. ജീവനില്ലാത്തതെന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് തൂണുകൾ, കരിങ്കൽ തൂണുകൾ, ഉറപ്പുള്ള മരത്തടികളൊക്കെ ഉപയോഗിച്ചിട്ട് കുരുമുളക് പടർത്താറുണ്ട്. ജീവനുള്ളതെന്ന് പറയുന്നത് നമ്മുടെ മരങ്ങളൊക്കെയാണ് കേട്ടോ. തെങ്ങ്, കവുങ്ങ്, മുരിക്ക്. ഇതിപ്പോൾ മാവിലാണ് നമ്മൾ പടർത്തിയിരിക്കുന്നത്. പറമ്പിൽ നമുക്ക് ഒരുപാട് കുരുമുളക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പലപ്പോഴായിട്ട് ദുരിതവാട്ടമൊന്നും അല്ലാതെ പല കാരണങ്ങൾ കൊണ്ടുമൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം ഇത് നല്ല രീതിയിൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. കുറച്ച് മാവിലായതുകൊണ്ട് കുറച്ച് മുകളിലേക്കൊക്കെ പോകുന്ന കേസിൽ ഇത് മുൻവശത്തെ മാവിലാണ്. അത് നല്ല മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കായ്കൾ നന്നായിട്ട് പറിച്ചെടുക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഇതിൽ. ഇതിനിടയിൽ ഒരു സങ്കടം പറയാം. ഈ നേരെ കാണുന്ന 2 ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇടയിൽ ഒരു കുരുമുളക് നല്ല രീതിയിൽ പടർന്ന് നിൽക്കുന്നത് കണ്ടോ. അതെന്ന് വെച്ചാൽ ഒരു കമുകിലാണ് കേട്ടോ വളർന്നത്. അതേപോലെ 1-2 എണ്ണം ആ ഒരു സൈഡിലുണ്ടായിരുന്നു. അതിൽ എല്ലാം ഇതേപോലെ ആ കമുക് ഒരു സമയം കഴിഞ്ഞത് നശിച്ചു പോയ സമയത്ത് നമുക്ക് ഇതെല്ലാം കുരുമുളകും പോയെന്നുള്ളതാണ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ ഒരു വിഷമമാണ് എനിക്കിത് കാണുമ്പോൾ. കാര്യം എൻ്റെ പ്രിയപ്പെട്ട കുരുമുളകായിരുന്നു ഇതും. 2 ഇനങ്ങളാണ്. മറ്റേത് നമ്മൾ നേരത്തെ കണ്ടത് ദുരിതവാട്ടമൊന്നും വരാത്ത ഇനമാണ്. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൽ നല്ല രീതിയിൽ തന്നെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് മഴയില്ലാത്ത സമയമാണെങ്കിൽ നമ്മൾ പരാഗണം ചെയ്ത് കൊടുക്കും. രാത്രി തന്നെ കൊടുക്കും, അല്ലെങ്കിൽ രാവിലെ. അപ്പോൾ രാത്രി നമ്മളൊരു കവറിട്ട് മൂടി വെക്കും, അല്ലെങ്കിൽ ഈ പൂമ്പൊടിയൊക്കെ പോകും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. നല്ല രീതിയിൽ തന്നെ അതുകൊണ്ട് തന്നെ കായ പിടിച്ച് കിട്ടാറുണ്ട്. അപ്പോൾ പരാഗണം നമ്മൾ ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ കായ്കളുടെ വലിപ്പം അതുപോലെ കുറയും. ഇപ്പോൾ മുകളിലെ ഭാഗത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നുണ്ടായില്ല. അപ്പോൾ കായ്കൾ വലിപ്പം കുറവായിരിക്കും കേട്ടോ. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് എന്ന് പറയുന്നത് അബിയു ആണ്. അബിയിൽ ഇപ്പോൾ കായ്കളില്ലാത്തതുകൊണ്ടാണ് അത് കാണിക്കാഞ്ഞത്. പക്ഷേ ഇവിടെ എൻ്റെ മകൻ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ടാണ്. അതിൻ്റെ സീസണിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ ഫ്രൂട്ട് കൊടുത്താലും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടൊന്നും ഇല്ലായിരുന്ന സമയത്ത് റിലയൻസിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അവന് ഇഷ്ടമായതുകൊണ്ട്.
അതുകൊണ്ട് ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ചെടി തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ടുകൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ അടുത്ത് 2 ടൈപ്പ് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് കളറാണ് വേണ്ടത് എന്ന് പ്രത്യേകം ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കൃഷി രീതികളും ഒക്കെ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാനായിട്ടും കൂടി മറക്കരുത്. താങ്ക്